ഹരേ കൃഷ്ണ. ദേവി ഭാഗവതം 2-ാം അധ്യായം തുടരുകയാണ്. കഴിഞ്ഞ ഭാഗത്ത് ദേവിയാകുന്നു മന്ത്രങ്ങൾക്കെല്ലാം അധിഷ്ഠാതൃദേവത എന്ന് വേദമോതുന്നിതാകയാൽ താൻ. ഇവിടെയാണ് പാരായണം ചെയ്ത് നിർത്തിയത്. മതിമൻ ശ്രദ്ധ വെച്ച് കേട്ടാലും വിസ്തരിച്ചെന്നതുലം മഹാദേവി മഹാത്മ്യം കഥിക്കുന്നേൻ. മന്ദരാചലത്തിൽ പണ്ടൊരു കാലം ദേവവൃന്ദവും മുനീശ്വരന്മാരും ഒന്നിച്ചു ചെന്നു. ഭംഗിക്കൂടുന്ന മേരുശൃംഗസങ്കാശമാന്തൽ ശൃംഗത്തിൽ മനോഹരമായുള്ള പീഠത്തിങ്കൽ വാണരുളിയിടും മഹാദേവനെ കൂപ്പി പിന്നെ വീണാപാണിയാമുനി ചോദിച്ചു മന്ദമേവം. സർവലോകൈകനാഥ സർവജ്ഞ ഭക്തപ്രിയ സർവ ശങ്കര ചന്ദ്രശേഖര ഗംഗാധര, നിൻ തിരുവടിയെയും ശ്രീനാരായണനെയും സന്തതം ഭക്തിയൊടും പങ്കജോത്ഭവനെയും ദേവേശ വഴി പോലെ ഭജിക്കുന്നവർക്കെല്ലാം കൈവല്യം കൈവന്നിടുമില്ല സംശയമേതും. ഹന്ത നിങ്ങളും തപം ചെയ്തു കൊള്ളുന്നുവല്ലോ. ബന്ധമെന്തതിൻ ആരെ ഭജിക്കുന്നിതു നിങ്ങൾ? നിന്തിരുവടിയല്ലാതാരുമില്ലിതു ചൊൽവാൻ. അന്തകാന്തക കനിഞ്ഞരുളി ചെയ്യണമേ. നാരദൻ ചോദിച്ചൊരു ചോദ്യം ഇങ്ങനെ കേട്ടു. പോരും പോരുമെന്നേറെ തടുത്തു മഹാദേവൻ. അരുളി ചെയ്താൽ ഗുഹ്യതരമാണിതു മുനെ, ചെറുതും പ്രകാശിപ്പിക്കരുതാത്തതാകുന്നു. അതുകൊണ്ടിത് നിന്നോടധുനാ കഥിക്കുവാൻ മതിമൻ നിവർത്തിയില്ലാതു നീ ധരിക്കണോ. ഇത്തരം മഹാദേവൻ അരുളി ചെയ്ത നേരം തത്ര സംസ്ഥിതനായ വിഷ്ടരസ്രവസിനെ നാരദൻ തൊഴുതുകൊണ്ടീവണ്ണം ഉണർത്തിനാൻ. കാരുണ്യാംബുദേ ജഗന്നായക മധുരിപോ